ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെഡിയു ദേശീയ അധ്യക്ഷൻ. ഡൽഹിയിൽ ചേർന്ന ജെഡിയു ദേശീയ എക്സിക്യൂട്ടീവിൽ ലല്ലൻ സിംഗ് അധ്യക്ഷപദം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് നിതീഷ് കുമാർ ചുമതല ഏറ്റെടുത്തത്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ജെഡിയു വ്യക്തമാക്കി. പാർട്ടി ദേശീയ അധ്യക്ഷ പദവിയിലെത്തിയതോടെ നിതീഷ് കുമാർ സഖ്യത്തിന്റെ നേതൃനിരയിലും സജീവമാകും. ഡൽഹിയിൽ ചേർന്ന ജെഡിയു നാഷണൽ എക്സിക്യൂട്ടീവിൽ ലല്ലൻ സിംഗ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതോടെ നിതീഷ് കുമാർ അധ്യക്ഷനാകണമെന്ന ആവശ്യമുയർന്നു. നിതീഷ് അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ സന്നദ്ധമായതോടെ എക്സിക്യൂട്ടീവിന് പിന്നാലെ ചേർന്ന ദേശീയ കൌൺസിൽ നിതീഷ് കുമാറിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ദേശീയ നേതൃയോഗത്തിൽ ചർച്ചയായി. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾക്കായി നിതീഷ് കുമാറിനെ ചുമതലപ്പെടുത്തി. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രചരണം ജെഡിയു സംഘടിപ്പിക്കും. ജാർഖണ്ഡ് പര്യടനത്തോടെ നിതീഷ് കുമാർ സംസ്ഥാന പര്യടനങ്ങൾക്ക് തുടക്കമിടും. ജെഡിയുവിനെ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിതീഷ് കുമാർ നയിക്കുന്ന രാജ്യവ്യാപക പ്രചരണത്തിന്റെ രൂപരേഖയും നേതൃയോഗത്തിൽ തയ്യാറാക്കി. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ നേതൃനിരയിൽ നിതീഷ് കുമാർ ഉണ്ടാകുമെന്ന് പാർട്ടി വക്താവ് കെ.സി. ത്യാഗി പറഞ്ഞു. उसमें फर्क क्या है? पहले एक नेता थे, अब वो राष्ट्रीय अध्यक्ष भी है। ललन बाबू पहले भी वरिष्ठ नेताओं में से थे, अभी भी वही उनकी भूमिका रहेगी. ബീഹാറിന് പുറത്തേക്ക് സംഘടനാ സംവിധാനം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജെഡിയുവിന്റെ പ്രവർത്തനം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കാമെന്ന നിലപാടാണ് ജെഡിയുവിന്റേത്. വിഷയം വിശ്വാസത്തിന്റേതാണ്, രാഷ്ട്രീയമില്ല. വിശ്വാസമുള്ളവർ പങ്കെടുക്കട്ടെ എന്ന സമീപനമാണ് ജെഡിയു സ്വീകരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.